ഹലോ എവ്രി വൺ. നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ എങ്ങനെ നമ്മുടെ ബിസിനസ്സിൽ ഒരു ഐഡിയൽ ക്ലയൻറ്റ് പ്രൊഫൈലിനെ എങ്ങനെ കണ്ടുപിടിക്കുക എന്നതിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തു. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഒരു കാര്യം, നമ്മുടെ ബിസിനസ്സിൽ ഈ ഒരു 80-20 എന്ന് പറയുന്ന റൂളുണ്ട്. അതായത് പല ബിസിനസ്സുകാരും ഞാൻ ഈ ഡിസ്കവറി കോളിന് ഡിസ്കവറി മീറ്റിങ്ങിന് അവരുടെ കൂടെ ഇരിക്കുന്ന സമയത്ത് അവർ പറയുന്നത് കാണാം, എനിക്ക് ഒരുപാട് ക്ലയൻസ് ഉണ്ട്, കുറേ ക്ലയൻസ് ഉണ്ട്, പക്ഷേ എനിക്ക് അൾട്ടിമേറ്റ്ലി നോക്കുന്ന സമയത്ത് എനിക്ക് പ്രോഫിറ്റ് ഒന്നും വരുന്നില്ല എന്ന് പറയും. അപ്പം ഇവിടെ നമ്മൾ ഇത് അനലൈസ് ചെയ്ത് നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ബിസിനസ്സിൽ ഏകദേശം 80% നമ്മുടെ ബിസിനസ്സിലേക്കുള്ള റവന്യൂ കൊണ്ടുവരുന്നത് നമ്മുടെ ബിസിനസ്സിലെ ഒരു 20% ക്ലയൻസാണ് നമ്മുടെ ബിസിനസ്സിലേക്ക് നല്ല റവന്യൂ കൊണ്ടുവരുന്നത്. അതായത് 80% നമ്മുടെ കമ്പനിയുടെ റവന്യൂ കൊണ്ടുവരുന്നത് 20% ക്ലയൻസ് ആണെന്ന് നമുക്ക് മനസ്സിലാവും. അതേപോലെ തന്നെ 80% നമ്മുടെ ബിസിനസ്സിൽ സമാധാനം കൊണ്ടുവരുന്നത്, പീസ് കൊണ്ടുവരുന്നതും ഈ ഒരു ക്ലയൻസ് ആണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ് ഈ 20% ക്ലയൻസ്, എന്തുകൊണ്ടാണ് ബാക്കിയുള്ള 80% ക്ലയൻസ് നമുക്ക് തലവേദന കൊണ്ടുവരുന്നത്, നമ്മുടെ ബിസിനസ്സിൽ എന്തുകൊണ്ട് നമ്മൾ വിചാരിക്കുന്ന രീതിയിലുള്ള ഒരു പ്രോഫിറ്റ് വരുന്നില്ല എന്നുള്ളതാണ്. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ ആദ്യം ചെയ്യേണ്ട ഒരു എക്സസൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ബിസിനസ്സിലേക്ക് നോക്കുക. നമ്മുടെ ബിസിനസ്സിലുള്ള ഒരു 20ഓളം ക്ലയൻസിനെ എടുക്കുക. ഒരു 20ഓളം ക്ലയൻസിനെ നമ്മുടെ ബിസിനസ്സിലേക്ക് എടുത്തിട്ട് നമ്മുടെ ക്ലയൻറ്റിൻ്റെ നെയിം എക്സ് എന്ന് പറയുന്ന ക്ലയൻറ്റ്, ഈ എക്സ് എന്ന് പറയുന്ന ക്ലയൻറ്റ് നമ്മുടെ ബിസിനസ്സിലേക്ക് നല്ല റവന്യൂ കൊണ്ടുവരുന്നുണ്ടോ, ഹൈ റവന്യൂ കൊണ്ടുവരുന്നുണ്ടോ? ഉണ്ട്. നമ്മുടെ ബിസിനസ്സിലേക്ക് നല്ല പ്രോഫിറ്റ് ഈ ക്ലയൻറ്റ് കൊണ്ടുവരുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് എഴുതുക. അതേപോലെ തന്നെ ഈ ഒരു ക്ലയൻറ്റ് നമ്മുടെ ബിസിനസ്സിൽ നമ്മുടെ ടീമിനും അതേപോലെ തന്നെ നമ്മുടെ എല്ലാ ടീമിനും നമ്മുടെ പ്രോസസ്സിനും എല്ലാത്തിനും ഭയങ്കരമായിട്ടുള്ള ഹെഡേക്ക് ആണ് നമ്മുടെ കമ്പനിക്ക് ഇയാൾ കൊണ്ടുവരുന്നത് എങ്കിൽ, പക്ഷേ നേരെ മറിച്ച് നല്ല ഒരു ഹെഡേക്ക് ഇവർ കൊണ്ടുവരുന്നില്ല എന്ന് വിചാരിക്കുക. ഇവരെ കൊണ്ട് ഒരുപാട് ഹെഡേക്ക് ഇല്ലാത്തൊരു ക്ലയൻറ്റ് ആണെങ്കിൽ നമ്മൾ ലോ എന്ന് എഴുതുക. അതെ, ഇവരെ കൊണ്ട് ഹെഡേക്ക് വളരെ കുറവാണ് നമുക്ക്. പക്ഷേ നിങ്ങളിവിടെ നോക്കിക്കഴിഞ്ഞാൽ റിപ്പീറ്റഡ് ആയിട്ടുള്ള ബിസിനസ് നമുക്ക് ഈ ക്ലയൻറ്റിൻ്റെ അടുത്ത് നിന്ന് കിട്ടുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ഹൈ എന്ന് എഴുതുക. അതേപോലെ തന്നെ ഈ ഒരു ക്ലയൻറ്റ് നമ്മുടെ സർവീസ് അല്ലെങ്കിൽ നമ്മുടെ പ്രൊഡക്റ്റ് മറ്റുള്ള ആളുകളിലേക്ക് റെഫർ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ അത് ഹൈ എന്ന് എഴുതുക. ഓക്കെ, അത് ഹൈ എന്ന് എഴുതുക. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കൂ, ഈ എക്സ് എന്ന് പറയുന്ന ക്ലയൻറ്റ് ഈ ക്ലയൻറ്റ് നമുക്ക് നല്ല റവന്യൂ കൊണ്ടുവന്നു, നല്ല പ്രോഫിറ്റ് കൊണ്ടുവന്നു. ഇദ്ദേഹത്തിനോട് നമുക്ക് ഒരുപാട് തലവേദന ഇല്ല. ഇദ്ദേഹം നമ്മളെടുത്തുനിന്ന് വീണ്ടും വാങ്ങിക്കുന്നുണ്ട്, അല്ലെങ്കിൽ വീണ്ടും നമ്മുടെ സർവീസ് എടുക്കുന്നുണ്ട്. ഇദ്ദേഹം നമ്മുടെ സർവീസോ അല്ലെങ്കിൽ നമ്മുടെ പ്രൊഡക്റ്റോ മറ്റുള്ള ആളുകളിലേക്ക് റെഫർ ചെയ്യുന്നുണ്ട്. റെഫറൽ പൊട്ടൻഷ്യൽ ഹൈ ആണ്. അപ്പം ഈ ഒരു ക്ലയൻറ്റ് നമുക്ക് തലവേദന ഇല്ലാത്ത ക്ലയൻ്റ് ആണ്. ഈ ക്ലയൻറ്റ് നമ്മുടെ 20% പെട്ട ക്ലയൻറ്റുകളാണ്. പക്ഷേ നമ്മൾ നോക്കൂ, വേറൊരു ക്ലയൻറ്റിനെ എടുക്കുക. വേറൊരു ക്ലയൻറ്റ് വൈ എന്ന് പറയുന്ന ഒരു ക്ലയൻറ്റിനെ എടുക്കൂ. അദ്ദേഹത്തിൻ്റെ അടുത്ത് നിന്ന് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്? റവന്യൂ നമുക്ക് എന്താണ്? ഒരു മീഡിയം റവന്യൂ ആണ് കിട്ടുന്നത്. പക്ഷേ അതിൽ നിന്ന് പ്രോഫിറ്റ് ലോ ആണ് നമുക്ക് വരുന്നത്. പക്ഷേ ഭയങ്കര ഹെഡേക്ക് ആണ് ഈ ക്ലയൻറ്റിനെ കൊണ്ട് വിചാരിക്കും. ഭയങ്കര ഹെഡേക്ക്. ഈ ക്ലയൻറ്റ് എപ്പോഴും വിളിച്ചുകൊണ്ടിരിക്കും. നമ്മളെ ടീമിനെ വിളിച്ച് ബുദ്ധിമുട്ടാക്കിക്കൊണ്ടേയിരിക്കും. ഈ ക്ലയൻറ്റ് നമുക്ക് പൈസ തരില്ല. നമ്മൾ കാശ് തരണമെങ്കിൽ മൾട്ടിപ്പിൾ ഫോളോ അപ്പ് ചെയ്യണം. അപ്പം ഈ ക്ലയൻറ്റ് നമ്മുടെ പ്രോസസ്സിനെ ഇയാൾ റെസ്പെക്ട് ചെയ്യില്ല. ഇങ്ങനത്തെ ഒക്കെ ക്ലയൻറ്റ് ആണെങ്കിൽ നമുക്ക് ഹെഡേക്ക് വളരെ കൂടുതലായിരിക്കും. ഇവർ നമ്മളടുത്ത് വീണ്ടും വാങ്ങിക്കാനുള്ള ചാൻസ് വളരെ കുറവായിരിക്കും. ഇവരെ അടുത്ത് നിന്ന് വാങ്ങിക്കില്ല. കാരണം ഇവർ നമുക്ക് കാശ് പോലും തരുന്നില്ല. ഇവരെന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ സർവീസോ നമ്മുടെ പ്രൊഡക്റ്റോ മറ്റുള്ള ആളുകൾക്ക് ഇയാൾ റെഫർ ചെയ്യുന്നുമില്ല. അപ്പോൾ നിങ്ങൾ നോക്കൂ, ഇവിടെ നമ്മൾ 2 ടൈപ്പ് ഓഫ് ക്ലയൻസിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ഇവിടെ ഫസ്റ്റ് ക്ലയൻറ്റ് എക്സ് ആണ്. ഇദ്ദേഹം നമ്മുടെ ബിസിനസ്സിലേക്ക് നല്ല റവന്യൂ കൊണ്ടുവരുന്നുണ്ട്, ഇദ്ദേഹത്തിന് നല്ല പ്രോഫിറ്റ് കൊണ്ടുവരുന്നുണ്ട്, ഇദ്ദേഹത്തിനെ കൊണ്ട് ഹെഡേക്ക് വളരെ കുറവാണ്. നമ്മുടെ റിപ്പീറ്റഡ് ആയിട്ടുള്ള സർവീസോ അല്ലെ പ്രൊഡക്റ്റോ ഇദ്ദേഹം വാങ്ങിക്കുന്നുണ്ട്. കൂടാതെ അദ്ദേഹം നമ്മുടെ പ്രൊഡക്റ്റ് സർവീസോ മറ്റുള്ള ക്ലയൻറ്റുകളിലേക്ക് റെഫർ ചെയ്തിട്ട് അവർക്കും നമ്മുടെ ബിസിനസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അദ്ദേഹം നമ്മളെ സഹായിക്കുന്നുണ്ട്. ആ ഒരു ക്ലയൻറ്റ് എന്ത് വരും? ഈ ക്ലയൻറ്റ് നമ്മുടെ 20% ഗ്രൂപ്പിൽ വരുന്ന ക്ലയൻറ്റ് ആണ്. ഓക്കെ, ഇനി നമ്മൾ വൈ എന്ന് പറയുന്ന ക്ലയൻറ്റിനെ നോക്കൂ. ഇദ്ദേഹം റവന്യൂ ചിലപ്പോൾ കുറഞ്ഞു വരുന്നുണ്ടാവും, പക്ഷേ ഇദ്ദേഹത്തിനെ കൊണ്ട് പ്രോഫിറ്റ് കുറവാ. എങ്ങനെ പ്രോഫിറ്റ് കുറയുന്നു? ഇദ്ദേഹത്തിന് വേണ്ടി നമ്മുടെ ടീം നിരന്തരം ഫോളോ അപ്പ് ചെയ്യാണ്. ടീമിന്റെ കുറേ പ്രൊഡക്ടിവിറ്റി ഇദ്ദേഹത്തിന് വേണ്ടിയിട്ട് പോകും. ഇദ്ദേഹം കറക്റ്റായിട്ട് പേയ്മെന്റ് ചെയ്യുന്നില്ല. അത് പേയ്മെന്റ് ചെയ്യാത്തതുകൊണ്ട് നമുക്ക് കറക്റ്റായിട്ടുള്ള ബാക്കിയുള്ള സപ്ലയേഴ്സിന് നമുക്ക് പേയ്മെന്റ് കൊടുക്കാൻ പറ്റുന്നില്ല, മറ്റുള്ള ആളുകൾക്ക് നമുക്ക് പേയ്മെന്റ് കൊടുക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഇദ്ദേഹത്തിനെ കൊണ്ട് നിരന്തരം ഹെഡേക്ക് ആണ്. പക്ഷേ ഇദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ അടുത്തുനിന്ന് വീണ്ടും വാങ്ങിക്കുന്നുമില്ല. അപ്പം ഇദ്ദേഹത്തിന് അത് ലോ ആണ്. ഇദ്ദേഹം നമ്മുടെ സർവീസോ പ്രൊഡക്റ്റോ മറ്റുള്ള ആളുകൾക്ക് റെഫർ ചെയ്യുന്നില്ല. അപ്പോൾ നിങ്ങൾ ഇവിടെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ 2 തരം ക്ലയൻസ് ആണ് നമ്മുടെ ബിസിനസ്സിലുള്ളത്. ഇദ്ദേഹം വരുന്നത് ആ ഒരു 80% കാറ്റഗറിയിലാണ് ഇദ്ദേഹം വരുന്നത്. പക്ഷേ ഇദ്ദേഹം വരുന്നത് 20% കാറ്റഗറിയിലാണ്. അപ്പം നമ്മൾ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം, ഇങ്ങനെ നമ്മുടെ ക്ലയൻറ്റിനെ മൊത്തം നമ്മൾ എഴുതിയിട്ട് ഇദ്ദേഹത്തിനെ കൊണ്ടുണ്ടാകുന്ന തലവേദന എഴുതുക, ഇദ്ദേഹത്തിനെ കൊണ്ടുണ്ടാകുന്ന റവന്യൂ എഴുതുക, ഇദ്ദേഹത്തിനോട് ഉണ്ടാകുന്ന പ്രോഫിറ്റ് എഴുതുക, ഇദ്ദേഹം നമ്മളെ അടുത്ത് കൂടുതൽ വാങ്ങിക്കുന്നുണ്ടോ, റിപ്പീറ്റഡ് ആയിട്ട് അദ്ദേഹം വാങ്ങിക്കുന്നുണ്ടോ എന്ന് എഴുതുക, ഇദ്ദേഹം മറ്റുള്ള ആളുകൾക്ക് നമ്മളെ സർവീസോ പ്രൊഡക്റ്റോ റെഫർ ചെയ്യുന്നുണ്ടോ എന്ന് നിങ്ങൾ എഴുതി നോക്കിക്കഴിഞ്ഞാൽ, ഈ ഒരു ലിസ്റ്റ് നിങ്ങൾ കംപ്ലീറ്റ് ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് മനസ്സിലാവും?
നമ്മുടെ ബിസിനസ്സിലേക്ക് നമ്മൾ സെർവ് ചെയ്യുന്ന ക്ലയൻസിൽ വളരെ കുറഞ്ഞ ശതമാനം 20% ക്ലയൻസിൻ്റെ അടുത്തു നിന്നാണ് നമ്മളെ ബിസിനസ്സിലേക്ക് വരുന്ന ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അല്ലേ. ഇവിടെ ഭക്തി ക്ലയൻറ്റിനെ, ഈ ഒരു വൈ എന്ന് പറയുന്ന ക്ലയൻറ്റ്, ഇങ്ങനത്തെ ക്ലയൻറ്റിനെ നമ്മൾ എന്ത് ചെയ്യണം? ഈ ക്ലയൻറ്റിനോട് നമ്മൾ സർവീസ് തരൂല എന്നിപ്പോൾ പറയണ്ട, പക്ഷെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മാർക്കറ്റിംഗ് മെറ്റീരിയൽസ് നമ്മൾ ആളുകളിലേക്ക് നമ്മുടെ ബിസിനസ്, നമ്മുടെ സർവീസ്, നമ്മുടെ പ്രൊഡക്റ്റ് നമ്മൾ മാർക്കറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ നോക്കേണ്ടത് ഈ പറയുന്ന എക്സ് കാറ്റഗറി ക്ലയൻറ്റുകളെ അട്രാക്ട് ചെയ്യാനുള്ള മാർക്കറ്റിങ്ങും അതേപോലെയുള്ള നമ്മുടെ വാല്യൂ പ്രൊപ്പോസിഷൻസും അങ്ങനത്തെ ക്ലയൻറ്റിലേക്ക് നമ്മൾ അലൈൻ ചെയ്തുകൊണ്ട് നമ്മുടെ മാർക്കറ്റിംഗ് നമ്മൾ സ്ട്രോങ് ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആ എക്സ് കാറ്റഗറിയിലുള്ള കൂടുതൽ ക്ലയൻസിനെ നമുക്ക് നമ്മുടെ ബിസിനസ്സിലേക്ക് കൊണ്ടുവരാൻ പറ്റും. നമ്മുടെ ബിസിനസ്സിൽ കൂടുതൽ നല്ല ക്ലയൻസ്, ആ 20% കാറ്റഗറിയിലുള്ള കൂടുതൽ ക്ലയൻസിനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമ്മുടെ ബിസിനസ്സിൽ നല്ല റവന്യൂ വരും, നമ്മുടെ ബിസിനസ്സിൽ നല്ല പ്രോഫിറ്റ് വരും, നല്ല ക്യാഷ് ഫ്ലോ വരും, നല്ല സമാധാനത്തോടെ നമുക്ക് ബിസിനസ് നടത്തിക്കൊണ്ടാകാൻ പറ്റും, ഹെഡേക്ക് കുറവായിരിക്കും, നല്ല എല്ലാം കൊണ്ടും നല്ല പീസ്ഫുൾ ആയിട്ടുള്ള ഒരു ബിസിനസ് നമുക്ക് റൺ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ 20% ക്ലയൻസ് ആരാണോ അവരെ നമ്മൾ കണ്ടുപിടിക്കുക. അങ്ങനത്തെ ക്ലയൻസിനെ കൂടുതലും നമ്മുടെ ബിസിനസ്സിലേക്ക് ആഡ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ബിസിനസ്സിലേക്ക് നല്ല റവന്യൂവും അതേപോലെ തന്നെ നല്ല പ്രോഫിറ്റും കൊണ്ടുവരാൻ പറ്റും എന്നുള്ളതാണ് ഇതുകൊണ്ടുള്ള പ്രത്യേകത. ഇനി നമ്മൾ ഇത് വളരെ ക്വിക്കായിട്ടുള്ള ഒരു എക്സസൈസ് നമ്മുടെ ബിസിനസ് ഓണേഴ്സ്, ഈ വീഡിയോ കാണുന്ന ആളുകൾ ചെയ്യേണ്ട വളരെ ക്വിക്കായിട്ടുള്ള ഒരു എക്സസൈസ് ആണിത്. ഈ എക്സസൈസ് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് പറ്റും? നിങ്ങളുടെ ബിസിനസ്സിലേക്ക് വളരെ ക്വാളിറ്റി ഉള്ള ക്ലയൻസിനെ നിങ്ങൾക്ക് ഓൺബോർഡ് ചെയ്യാൻ പറ്റും. ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത് ക്ലയൻറ്റിൻ്റെ നെയിം, ഈ ക്ലയൻറ്റ് തരുന്ന പ്രോഫിറ്റ്, ഈ ക്ലയൻറ്റിൻ്റെ അടുത്തുനിന്ന് പേയ്മെൻറ്റ് ഡിസിപ്ലിൻ, അദ്ദേഹത്തിൻ്റെ പേയ്മെൻറ്റ് പ്രോസസ്സ് എങ്ങനെ വരുന്നു, അതേപോലെ തന്നെ ഇദ്ദേഹം നമ്മുടെ പ്രോസസ്സിനെ റെസ്പെക്ട് ചെയ്യുന്നുണ്ടോ, ഇദ്ദേഹം റിപ്പീറ്റഡ് ആയിട്ട് നമ്മളെ അടുത്തുനിന്ന് വാങ്ങിക്കുന്നുണ്ടോ, ഇദ്ദേഹത്തിൻ്റെ റെഫറൽ പൊട്ടൻഷ്യൽ, അതായത് ഇദ്ദേഹം മറ്റുള്ള ആളുകൾക്ക് നമ്മളെ സർവീസോ പ്രൊഡക്റ്റോ എങ്ങനെ റെഫർ ചെയ്യുന്നു എന്നുള്ളതാണ്. ഇത് നിങ്ങൾ ഒരു 1 to 5 സ്കെയിലിൽ, ഒരു 1 to 5 സ്കെയിലിൽ നിങ്ങൾ എന്ത് ചെയ്യുക? അവിടെ റേറ്റ് ചെയ്യുക. നിങ്ങൾ കമ്പനി എക്സ് ഇടുക. എക്സ് എന്ന് പറയുന്ന കമ്പനി പ്രോഫിറ്റ് എന്താണ്? 5. യെസ്, നല്ല പ്രോഫിറ്റ് കൊണ്ടുവരുന്നുണ്ട്. പേയ്മെന്റ് ഡിസിപ്ലിൻ വളരെ കറക്റ്റ് ആയിട്ട് അദ്ദേഹം പേയ്മെന്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇദ്ദേഹം നമ്മുടെ പ്രോസസ്സ് ഇദ്ദേഹം നല്ല രീതിയിൽ റെസ്പെക്ട് ചെയ്യുന്നുണ്ട്. പ്രോസസ്സ് ഇദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്? ഇദ്ദേഹം നമ്മളെ അടുത്തുനിന്ന് നല്ല പോലെ വാങ്ങിക്കുന്നുണ്ട്. ഇദ്ദേഹം മറ്റുള്ള ആളുകൾക്ക് നമ്മുടെ കമ്പനി റെഫർ ചെയ്യും, നമ്മുടെ സർവീസോ അല്ലെ പ്രൊഡക്റ്റോ റെഫർ ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ 15ഉം 8ഉം എത്രയാണ്? 23. ഇങ്ങനെ നമ്മുടെ എല്ലാ ക്ലയൻസും നമ്മുടെ എക്സ് വൈ സി എന്നുള്ള ക്ലയൻസിനെ നമ്മൾ എഴുതി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും നമ്മുടെ ബിസിനസ്സിൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് നമുക്ക് തലവേദന ഉണ്ടാക്കുന്ന ക്ലയൻറ്റുകളെയാണ് എന്നുള്ളത്. ഇത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. എന്നിട്ട് നിങ്ങൾ എടുക്കുന്ന ആക്ഷൻ ഐറ്റം ഈ കാണുന്ന ഹൈ വാല്യൂ കിട്ടുന്ന, അതായത് നമുക്ക് നല്ല രീതിയിൽ പ്രോഫിറ്റും നല്ല രീതിയിൽ പേയ്മെൻറ്റും അതേപോലെ തന്നെ തലവേദന കുറഞ്ഞ് എന്നാലും അദ്ദേഹം വീണ്ടും നമ്മുടെ അടുത്ത് വാങ്ങിക്കുന്ന നല്ല ഹൈ ക്വാളിറ്റി ക്ലയൻറ്റുകളെ കണ്ടെത്തിക്കൊണ്ട് അങ്ങനത്തെ ക്ലയൻറ്റുകളെ കൂടുതൽ നമ്മുടെ ബിസിനസ്സിലേക്ക് ആഡ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ബിസിനസ് കൊണ്ടുപോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ബിസിനസ്സിലുള്ള ക്യാഷ് ഫ്ലോൻ്റെ പ്രശ്നം നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ നമ്മുടെ ബിസിനസ്സിലുള്ള തലവേദന നമുക്ക് ഒഴിവാക്കാൻ പറ്റും. അപ്പം നല്ലൊരു ബിസിനസ് കെട്ടിപ്പടുക്കാൻ വേണ്ടിയിട്ട് നല്ല കുറച്ച് ക്ലയൻസിനെ നമുക്ക് ഉണ്ടാക്കണം. ആ നല്ല ക്ലയൻസിനെ കെട്ടിപ്പടുക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു സംഭവം നിങ്ങൾ ചെയ്ത് നിങ്ങളുടെ ബിസിനസ്സിൽ നല്ല ക്ലയൻസിനെ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുക. നിങ്ങളുടെ എല്ലാ മാർക്കറ്റിങ്ങും ഈ ഒരു ക്ലയൻറ്റിലേക്ക് അലൈൻ ചെയ്തിട്ട് വേണം നിങ്ങൾ ചെയ്യാൻ. അപ്പം ഈ ഒരു 20% ക്ലയൻറ്റിനെ കണ്ടുപിടിച്ചിട്ടാവട്ടെ നിങ്ങളുടെ ഇനിയുള്ള മാർക്കറ്റിംഗ് പ്രോസസ്സുകളും മാർക്കറ്റിംഗ് മെറ്റീരിയൽസ് നിങ്ങൾ ചെയ്യുന്നതും മാർക്കറ്റിംഗ് കോണ്ടന്റുകൾ ചെയ്യുന്നതും അങ്ങനെ ചെയ്തതിന് ശേഷം നിങ്ങൾ അതിലേക്ക് ഫോക്കസ് ചെയ്തിട്ട് once you see the result, let me know, put it in the comments. Myself Suhas Chepali, I will come with a very valuable video next time. Till then, bye bye.